ഓഫായി 3% ആയിരുന്നു ഓഫായി ഡിസ്കണക്ട്. ഹൈ ഓൾ വെൽക്കം ബാക്ക്. സാംസങ് ആൻഡ്രോയിഡ് ഫോൺസിൽ ഒരു എൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഒരറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സാംസങ്ങിൻ്റെ അൾട്രയിലാണ് വന്ന് നിൽക്കുക. അത് ഫോണിൻ്റെ സെക്ഷൻ. അതുപോലെ സ്മാർട്ട് വാച്ചിൻ്റെ ഭാഗത്തേക്ക് കടന്നാൽ അതേപോലെ തന്നെ ഒട്ടും പിന്നിലല്ലാണ്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് ഇവരുടെ സാംസങ്. അതിൽ ഈ വാച്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ വാച്ച് 5 സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പത്തെ വാച്ച് 4 ക്ലാസിക് ആണ് ഈ ഒരു ഐറ്റം. അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മളിപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് ബോക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ബോക്സിലേക്ക് ജസ്റ്റ് നോക്കുമ്പോൾ സിമ്പിളാണ്. നമ്മുടെ അമേസ്വീറ്റിൻ്റെ ഒക്കെ കണ്ടിരുന്ന പോലെ തന്നെ സിമ്പിൾ. ജസ്റ്റ് ഒരു ലേബലിങ് ഗാലക്സി വാച്ച് 4 ക്ലാസിക്. അതുപോലെ അടിയിൽ ജസ്റ്റ് സാംസങ്. സൈഡിൽ ഫുള്ളായിട്ട് ആ ഒരു ലേബലിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സൈഡ് ക്ലിയർ ആണ്, വേറെ ഒന്നും വലിയ ഡീറ്റെയിൽ ആയിട്ടില്ല. പിന്നെ ആ ഒരു വാച്ചിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ. എന്തുകൊണ്ട് ഇത് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സീരീസ് ഒക്കെ ഇപ്പോൾ ഇത്തിരി എക്സ്പെൻസീവ് ആണ്. ഇതാവുമ്പോൾ പിന്നുള്ളതിൻ്റെ വാച്ച് 4 ആണ്. ക്ലാസിക്കും 4ലും വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ 4ൻ്റെ ഈ ഭാഗം ഫുള്ള് സ്ക്രീനാണ്. ഇതിൽ നമുക്ക് ഫിസിക്കലി ഒരു കൺട്രോൾ വേറെ വരുന്നുണ്ട്. അതായത് നമ്മൾ T-Rex വാച്ചിൽ കണ്ടിരുന്നല്ലോ, ടച്ച് അല്ലാണ്ട് 4 ബട്ടൺസ് വരുന്നുണ്ട് കൺട്രോൾ ചെയ്യാൻ. അതേപോലെ ഒരു ഫെസിലിറ്റി ഈ 4ൽ ക്ലാസിക്കിൽ വരുന്നുണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമുക്കിനി എന്തായാലും ഇത് ഓപ്പൺ ചെയ്യാം. ഓഹോ, ഇതിൽ സാംസങ്ങിൻ്റെ നമ്മുടെ യൂസർ മാനുവൽ കാര്യങ്ങളും ചാർജറും ഇതിലുണ്ടാവും. അതാദ്യം നോക്കാം. ഓക്കെ, മാഗ്നറ്റിക് ചാർജറാണ് കേട്ടോ ഇതിൽ വരുന്നത്. നമ്മുടെ T-Rexലൊക്കെ ആ ഒരു കണക്റ്റിംഗ് ആയിരുന്നു. ഇത് പക്ഷേ വ്യത്യാസമുണ്ട്. ഊപ്സ്, കണ്ടില്ലേ? മാഗ്നറ്റിക് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ T-Rexലൊക്കെ വരുന്നത് ഈ ഒരു ടൈപ്പായിരുന്നു. ഇവിടെ മാത്രമാണ് മാഗ്നറ്റിക് തന്നെ, ഇവിടെ മാത്രമാണ് ഇത് വരിക. ഇതിൽ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് വാച്ചിൻ്റെ അടിയിൽ ജസ്റ്റ് നമ്മുടെ വയർലെസ് ചാർജ് ഉണ്ടല്ലോ, അത് തന്നെ സ്കീം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് വാച്ച് നോക്കാം. വാച്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഓപ്പൺ ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഞാനൊരു ഫിസിക്കൽ ടച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഫിസിക്കൽ കൺട്രോൾ പറഞ്ഞിട്ടുണ്ടായല്ലോ. 2 ബട്ടൺ വരുന്നുണ്ട്, സെലക്റ്റും ബാക്കുമായിട്ട് ബട്ടൺ വരുന്നുണ്ട്. അതിന് പുറമെ നമുക്കിത് കറക്കാൻ പറ്റും. അതായത് അതിൽ തന്നെ നമുക്ക് കൺട്രോൾസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബെൻറ്റൻ്റെ ഒക്കെ വാച്ച് പോലത്തെ ഒരു സ്കീമാണ് ഇതിൽ വരുന്നത്. അത് ഓണാക്കി നമുക്ക് തന്നെ. സാംസങ് നമുക്ക് ഇവരുടെ ആപ്പ് വരുന്നത് അമേസ്വീറ്റിൽ സെപ്പ് പറഞ്ഞ പോലെ സാംസങ്ങിൻ്റെ വെയറബിളാണ് വരുന്നത്, ഗാലക്സി വെയറബിൾ. അതാണ് ആപ്പ് വരാം, ഗാലക്സി വെയറബിൾ. ഓണായി വരുന്നുള്ളൂ. നമുക്കിനി കണക്ട് ചെയ്ത് നോക്കാം. ഗാലക്സി വാച്ച് 4 ക്ലാസിക് ഓപ്പൺ ആയിട്ടുണ്ട്, ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് നോക്കാം, എല്ലാം കഴിഞ്ഞിട്ട് നോക്കാം. നമുക്ക് വാച്ചിൻ്റെ ഒരു സോറി, കണക്ഷൻ വരുന്നതാണ് ദഹന. ലീവിറ്റ്, നമുക്ക് ലാസ്റ്റ് നോക്കാം. നമുക്ക് വാച്ച് നോക്കാം ആദ്യം. കണക്റ്റ് ആയോ? ലാസ്റ്റ് ചെയ്യാം. സ്ട്രാപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ അമ്മു, ഞാൻ T-Rexനെ കമ്പയർ ചെയ്ത് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അതെൻ്റെ കയ്യിലുള്ള വാച്ച് സ്ട്രാപ്പ് ഇത് ഇത്തിരി ഹാർഡാണ്. ഞാൻ ഒരു റഫ് യൂസിന് പറ്റിയ ടൈപ്പാണ്. ഇത് ഭയങ്കര സോഫ്റ്റാണ്. അതുപോലെ നമുക്കിതിലൊരു 20 mm സ്ട്രാപ്പാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ സ്ട്രാപ്പ് ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മറ്റേ ചെയിൻ സ്ട്രാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. 20 mm ആണ് വരുന്നത്. ഇനി നമുക്കിത് ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് വാച്ചിൻ്റെ ഡയമെൻഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാച്ചിൽ 1.4 ഇഞ്ചിൻ്റെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ കിട്ടും. അതുപോലെ തന്നെ 52 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. പിന്നത്തെ ബാറ്ററി ബാക്കപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 361 mAh ആണ് വരുന്നത്. നമുക്ക് ഒരിക്കലും ഈ T-Rex ആയിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല.
പക്ഷേ അതിനനുസരിച്ചുള്ള സ്പെക്ക് ഇതിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഓൾറെഡി കോളിംഗ് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം അറിയാമല്ലോ, കുറയും, നല്ലതുപോലെ കുറയും. പിന്നെ ഡിസ്പ്ലേ ക്ലാരിറ്റി അതിലൊക്കെ ബാറ്ററി ബാക്കപ്പിനെ ബാധിച്ചിരിക്കും. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ലാസ്റ്റിങ് ഉറപ്പായിട്ടും കിട്ടില്ല, കുറവായിരിക്കും. ഇനി എന്തായാലും നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഗാലക്സി വെയറബിളിൽ കയറിയിട്ട് വാച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ കിട്ടും. ജസ്റ്റ് ഒന്ന് ബൈൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. രണ്ടിലൊന്ന് കൺഫേമും ടിക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറേ അലൗസ് ചോദിക്കും, അതൊക്കെ ഒന്ന് കൊടുക്കുക. ഊപ്സ്, സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഒരു 110 MB സോഫ്റ്റ്വെയർ ഡൗൺലോഡ് വരുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് നോക്കാതെ ടീറക്സിലേക്ക് വന്നതെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓൾ സെറ്റ് എന്നുള്ള കാണിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇവരുടെ ആപ്പ് ഓൺ ആയിട്ടുണ്ട്. അതുപോലെ അതേ വെറും 3% ബാറ്ററി ഉള്ളൂ. എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കാണിച്ചു തരും. ഓഫായി, 3% ആയിരുന്നു, ഓഫായി, ഡിസ്കണക്റ്റ് ആയി. അപ്പോൾ നമുക്കിതിൽ വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ, അതായത് മാറ്റാൻ പറ്റും ഇതിൽ കൂടെ തന്നെ. പിന്നെ ഞാൻ വേറൊരു കേസ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഫിസിക്കൽ ടച്ച്. അത് വേറെ ഒന്നുമല്ല, നമുക്കിത് റൗണ്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇത് സെലക്റ്റും ബാക്കും അതിൻ്റെ പുറമേ നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുന്നതിന് പകരം ഇപ്പോൾ തിരിച്ചിട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ പറ്റും. അതാണ് വേറൊരു ഫിസിക്കൽ ടച്ച് പറഞ്ഞത്. പിന്നത്തെ കേസ് ഞാൻ പറഞ്ഞല്ലോ ടീറക്സ് എന്തുകൊണ്ട് നോക്കി എന്നുള്ളത്. എൻ്റെ ടീറക്സും ഇത് എൻ്റെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു. ഞാൻ വാച്ച് നോക്കുന്ന ടൈമിൽ ഇതും ടീറക്സും ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ രണ്ട് സെഗ്മെൻ്റ് ആണ്. ഞാൻ എന്തുകൊണ്ട് ടീറക്സിലേക്ക് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ ഇത്തിരി സ്ലിമ്മാണ്. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ട്രാപ്പ് സെലക്ട് ചെയ്ത് എൻ്റെ കൈയിനോട് ചേർക്കാൻ നോക്കണം. ഇതിപ്പോൾ എൻ്റെ മനസ്സിനാണെങ്കിൽ ഒരു ഡിസൈനും കിട്ടി, അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പോർട്സ് മോഡ് കാര്യങ്ങളെല്ലാം, ഞാൻ അതാണ് മെയിനായിട്ട് നോക്കിയിരുന്നത്, അതും കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇത് വിട്ടിട്ട് ഡയറക്റ്റ് ടീറക്സിലേക്ക് പോയത്. നല്ല ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ടീറക്സിലേക്ക് പോയത്. പക്ഷേ ഇതിനോട് എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സ്ട്രാപ്പ് എൻ്റെ കൈ ചെറുതായതുകൊണ്ട് തന്നെ എനിക്കിതിലേക്ക് പോകാൻ പറ്റാണ്ടിരുന്നതെന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.